റോട്ടറി ക്ലബ്ബ് ഓഫ് കൊടകരയുടെ 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ജൂലൈ 26 നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൊടകര കിടങ്ങത്ത് ഹാളിൽ ഡോൺ ബോസ്കോ സ്കൂളിന് സമീപം വൈകിട്ട് 6:30 സ്ഥാനാരോഹണ ചടങ്ങ്. പ്രസിഡന്റ് വി ബോവിഷ്, സെക്രട്ടറി നൈജോ വി ആന്റോ, ട്രഷറർ നിവിൻ ചെറാക്കുളം എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് സ്ഥാനമേൽക്കുന്നത്. ഈ വർഷത്തെ ഡിസ്ട്രിക്ട് പ്രൊജക്ടായ ഹാർമണി പദ്ധതി വഴി വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികാസ ക്ലാസുകൾ, ചെറുപ്രായത്തിൽ കാഴ്ചശക്തി വൈകല്യങ്ങൾ തിരിച്ചറിയാനുള്ള കണ്ണ് പരിശോധന ക്യാമ്പുകൾ, ബോധവൽക്കരണം, പൊതുജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പുകൾ, ദന്തൽ ക്യാമ്പുകൾ, വൃക്ഷത്തൈകൾ നട്ടുപിടിക്കലും പരിപാലനവും, തൊഴിൽ നൈപുണ്യ പരിശീലനം, വിദ്യാലയങ്ങൾക്കായി വാട്ടർ പ്യൂരിഫയർ, സ്കോളർഷിപ്പുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ആരോഗ്യ സുരക്ഷാ പദ്ധതികൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ കൈമാറൽ, കൌൺസിലിംഗ്, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകൽ, സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ വിതരണം, IMAയുമായി സഹകരിച്ച് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വി ബോബീഷ്, സിൻഡോ ദേവസി, TP വിനയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫംഗ്ഷൻ നാളെ വൈകിട്ട്, അതായത് 26-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ വിശിഷ്ട ചീഫ് ഗസ്റ്റായിട്ട് റോട്ടേറിയൻ MD KB പത്മദാസാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിക്ട് ഡയറക്ടർ മനോജ് പുഷ്കരൻ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഡിസ്ട്രിക്ട് AG അസിസ്റ്റന്റ് ഗവർണർ അനൂപ് ചന്ദ്രൻ പങ്കെടുക്കുന്നുണ്ട്. കൊടകര 3 വർഷക്കാലമായി നല്ല പ്രവർത്തനങ്ങളാണ് കൊടകര റോട്ടറി ക്ലബ്ബ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. സ്കൂളുകളിൽ ഹെൽത്തിൻ്റെതായും പിന്നെ ബ്ലഡ് ഡൊണേഷൻ മറ്റു പ്രവർത്തനങ്ങളും. ഇപ്പോൾ ഈ അവസാനമായിട്ട് ഈ പാവപ്പെട്ടവർക്ക് നിർദ്ധരായ കുടുംബങ്ങൾ വെച്ച് നൽകാനായിട്ട് 7 ഭവനങ്ങൾ നൽകുവാനുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്രാവശ്യത്തെ 26-ാം തീയതിയാണ് ഇതിൻ്റെ ഇൻസ്റ്റാലേഷൻ. അത് കിടങ്ങത്ത് ഹോളിലാണ് നടത്തുന്നത്. ജൂലൈ 26-ന് വൈകിട്ട് 6:30 കിടങ്ങത്ത് ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഇൻസ്റ്റലേഷൻ നടക്കുന്നത്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഉണ്ട്.